ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മുന്നോട്ട് തുടർന്നാൽ വില വീണ്ടും താഴേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിലുണ്ടായിരിക്കുന്ന വിലയിടിവിന്റെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനിലെ പാലങ്ങളും അതുപോലെ തന്നെ അവരുടെ ആണവ നിലയങ്ങളും ആക്രമിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള സൂചനയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെയാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. ഇന്ന് തന്നെ ഗ്രാമിന് 195 രൂപ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഏകദേശം ഗ്രാമിന് 500 രൂപ എടുത്ത് 495 രൂപ ഗ്രാമിന് കുറയുന്ന സ്ഥിതിയും ഉണ്ടായി. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ വലിയ ആശങ്കയാണ് സ്വർണ്ണ വ്യാപാരികൾക്കിടയിൽ വരുത്തുന്നത്. കാരണം ഈ ഒരു സമയത്ത് സ്വർണം വാങ്ങാനായിട്ട് വരുന്ന ആളുകൾ കുറച്ച് മാസങ്ങളായിട്ട് വളരെ കുറവാണ് ജുവലറി കാണുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിർത്തിവെക്കണം എന്നുള്ള തരത്തിലൊരു പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ശരിക്കും സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ അലയടിക്കുന്നതിന് തെളിവായിട്ട് നമ്മൾ കാണുകയും വേണം. ഇങ്ങനെ ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രതിസന്ധിയെ ജുവലറികൾ അതിജീവിച്ചിരുന്നത് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകളുടെ എന്നാണ്. അത് സ്വർണം വിൽക്കാനായിട്ട് വരുമ്പോൾ അത് ന്യായമായ തോതിൽ സ്വർണം വിൽക്കാനായിട്ട് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ആ സ്വർണം വാങ്ങുകയും അത് മറച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ അത് ക്രയവിക്രയം നടത്തി ലഭിക്കുന്ന പണമായിരുന്നു ആകെ ഒരു വരുമാന മാർഗമായി സ്വർണ്ണ വ്യാപാരികൾ ആശ്രയിച്ചിരുന്നത്. അത് ഈ ഗണ്യമായി വില ഇങ്ങനെ താഴേക്ക് കുത്തുന്ന ഈ ഒരു സമയത്ത് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകളും ആശങ്കയിലാണ്. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറി. അതുകൊണ്ട് സ്വർണം വ്യാപാര മേഖല അല്ലെങ്കിൽ സ്വർണ്ണക്കടകൾ ശൂന്യമാകുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് വലിയൊരു പ്രതിസന്ധി സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ അത് പ്രകടമാണ് താനും. വലിയ പരസ്യങ്ങൾ നൽകി, വലിയ പണിക്കൂലിയിലൊക്കെ വലിയ ഇളവുകൾ നൽകിയൊക്കെ സ്വർണം നൽകാമെന്ന് പറയുന്ന വലിയ പരസ്യങ്ങളൊക്കെ വീണ്ടും കുറച്ചാളുകൾ അത് വാങ്ങുന്ന ആളുകൾ ആ വലിയ ജ്വല്ലറികൾ അല്ലെ വലിയ ജ്വല്ലറി ഗ്രൂപ്പുകൾ തമ്മിൽ പോകുന്ന സ്ഥിതിവിശേഷം ഒഴിച്ചാൽ ബാക്കി ചെറുകിട ഇടത്തരം ജ്വല്ലറി കച്ചവട മേഖല അത് വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഈ ഒരു വിലയിടിവ് തുടരുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ അടച്ചുപൂട്ടലിനെയും ആത്മഹത്യയുടെയും മക്കിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വില ഇടിയുന്നത് പ്രതികൂലമായാണോ ജുവലറികളെ ബാധിക്കാൻ പോകുന്നത്? അത് ഒരു സ്റ്റേബിൾ ആയിട്ട് വില നിൽക്കുകയാണെങ്കിൽ ബിസിനസ് പ്രോപ്പറായിട്ട് നടക്കും. ഇങ്ങനെയൊരു വിലയിടിവ് ഉണ്ടാകുമ്പോൾ വാങ്ങേണ്ട ആളുകളും വിൽക്കേണ്ട ആളുകളും കൂടുതൽ വില ഇടിയുമോ എന്നുള്ള ഒരു ഇതിലേക്ക് വാങ്ങേണ്ട ആളുകൾ വില ഇനി തിരിച്ച് കയറും, നല്ല വലിയ വില കിട്ടാനായിട്ട് പ്രതീക്ഷിച്ചിരുന്നിട്ടാണ് ഈ വില കുറയുന്നത്. അപ്പോൾ ഇനി വീണ്ടും തിരിച്ചു കയറും എന്നുള്ള പ്രതീക്ഷയിൽ വിൽക്കേണ്ട ആളുകൾ സ്വർണ്ണക്കടയിലേക്ക് എത്താതെ വരും. വാങ്ങേണ്ട ആളുകളെ സംബന്ധിച്ച് ഇത് കൂടുതൽ താഴേക്ക് ഇത് കൂപ്പുകുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങളെ ഇങ്ങനെ 1-2 ദിവസങ്ങളിൽ 2-3 ദിവസം അടുപ്പിച്ച് വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അതിനെ അത്തരത്തിലേക്ക് ഇത് 1 ലക്ഷത്തിന് താഴേക്ക് കൂപ്പുകൂട്ടും അല്ലെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമല്ലോ. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർണം വാങ്ങേണ്ട ആളുകൾ അങ്ങനെ വലിയൊരു താഴേക്കൊരു ഡ്രോപ്പ് ഉണ്ടാകും. ആ ഡ്രോപ്പ് വരട്ടെ, അതിനുശേഷം നമുക്ക് വാങ്ങാമെന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന ഉണ്ട്. അങ്ങനെ ഈ 2 പ്രശ്നങ്ങളും ജ്വല്ലറികളെ ദോഷകരമായി തന്നെ ബാധിക്കും. അതേസമയം ഈ ഡ്രോപ്പ് കണ്ടിട്ട് അത്യാവശ്യമായിട്ട് വിൽക്കേണ്ട ആളുകൾ പെട്ടെന്ന് ഉടൻ തന്നെ വിറ്റ് പണമാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുകയാണെങ്കിൽ വിൽക്കാനുള്ള ആളുകളെങ്കിലും ജ്വല്ലറിയിലേക്ക് വരും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് രണ്ടും ുള്ള സാധ്യതയും കുറവായിട്ടാണ് കാണുന്നത്. ഈ സ്വർണം വിൽക്കാനായി വെച്ചിരിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഘട്ടത്തിൽ സ്വർണം വിൽക്കുന്നതാണോ നല്ലത്, അതോ കുറച്ചുകൂടെ വെച്ചിരുന്നാൽ വീണ്ടും സ്വർണത്തിന്റെ വില കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്വർണം വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് 1 മാസത്തിനുള്ളിൽ പണത്തിന് ആവശ്യമുള്ള ആളുകൾ സ്വർണം എത്രയും പെട്ടെന്ന് വിറ്റ് പണമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ത് വന്നാലും 1 മാസത്തിനുള്ളിൽ ഈ പ്രോപ്പറായിട്ട് യുദ്ധം നിർത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു വിരസ്ഥിരത കൈവരിക്കുന്നതിനോ സാധ്യമല്ല. അങ്ങനെ യുദ്ധം തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും വില വലിയൊരു തോതിൽ കൂപ്പുകുത്താനുള്ള സാധ്യതയാണ്. ഇപ്പൊ സ്വർണം വാങ്ങാനുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ തന്നെ സ്വർണം വാങ്ങാനുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു സുവർണാവസരമാണ്. യുദ്ധം ഏത് സമയത്ത് നിന്നാലും വീണ്ടും വില മുകളിലേക്ക് കയറി പഴയ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് മേലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
അതുകൊണ്ട് സ്വർണം ഉടനെ ആവശ്യമുള്ള വാങ്ങി വെച്ചിട്ട് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ സ്വർണം വാങ്ങി വെക്കാനായിട്ട് പറ്റിയ അവസരങ്ങളാണ് ഈ വിലക്കുറവിന്റെ സമയങ്ങൾ. ഈ വിലക്കുറവിന്റെ സമയങ്ങൾ മുതലെടുത്തുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം. അത് നിങ്ങൾ അതിനുള്ള വലിയ വൻകിട ജ്വല്ലറികളുടെ പരസ്യങ്ങൾ അതിലേക്ക് പോകാതെ ഇടത്തരം ചെറുകിട വ്യാപാരികൾ നൽകുന്ന ആ ഒരു സൗജന്യ നിരക്കുകളുണ്ട്. ആ നിരക്കുകളൊക്കെ അതിന്റെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ട് പിന്നെ വാങ്ങാനുള്ളതും വാങ്ങി വെക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് എല്ലാവരും അവരവരുടെ ചോയ്സാണ്, കസ്റ്റമേഴ്സിന്റെ ചോയ്സാണ്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വയ്ക്കുക. ഉടനെ ഒരു മാസത്തിൽ സ്വർണം വിൽക്കാനാണ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പണമാക്കേണ്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വിറ്റ് പണമാക്കുക. അല്ലെ ഒരു മാസത്തിനുള്ളിൽ അത് കൂടുതൽ ചിലപ്പോൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം യുദ്ധം അവസാനിച്ചാൽ വില വീണ്ടും കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വർണം വാങ്ങേണ്ടവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ സമയം തന്നെയാണ്. മുന്നോട്ട് യുദ്ധം അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ വീണ്ടും വില കുതിച്ചു കയറും. അതുകൊണ്ട് അന്നേരം വാങ്ങാനായിട്ട് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ വില നൽകേണ്ടതായിട്ട് വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.